ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഏറ്റവും ആദരവ് കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ് കർഷകരെന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ കർഷകരിപ്പോൾ, പ്രത്യേകിച്ച് നെൽകർഷകർ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. പാടത്തുണ്ടായിരുന്ന നെല്ലൊക്കെ കൊയ്തു വെച്ചു, പക്ഷേ ഇതെടുക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ല, നെല്ല് വിൽക്കാൻ കഴിയുന്നില്ല. പാടത്ത് പണിയെടുക്കുന്ന ആളുകൾ ഉള്ള പണിയിൽ നിന്ന് പിൻവലിക്കപ്പെടാനുള്ള സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുകയാണ്. പാലക്കാടും ആലപ്പുഴയിലും സ്ഥിതി വളരെ മോശമാകുന്നു. ശനിയാഴ്ചയിൽ എന്തായാലും മന്ത്രിതല യോഗം നടക്കുമെന്ന് പറയുന്നത്. കർഷകൻ്റെ കണ്ണീര് ഈ മില്ലുടമകൾക്കൊന്നും പ്രശ്നമല്ല. 2 മില്ലുടമകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ. പക്ഷേ എവിടെയാണ് ഈ നെല്ല് കൊണ്ട് സൂക്ഷിക്കുക എന്നറിയാതെ കർഷകർ വലയുന്ന ദൃശ്യങ്ങൾ ഇന്ന് പാലക്കാട് നിന്നും അതുപോലെ ആലപ്പുഴയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടു. ശനിയാഴ്ച ഈ മന്ത്രിതല യോഗത്തിലാണ് ആകെയുള്ള പ്രതീക്ഷ. ഇനി അതല്ല, ഈ സഹകരണ സംഘം വഴിയോ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം വഴിയോ നെല്ല് കുത്തി അരിയാക്കി സപ്ലൈക്കോ കൊടുത്ത് അങ്ങനെ വിൽപ്പന നടത്താൻ പറ്റുമെന്നൊക്കെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷേ ഒരു അല്പം TDS ജോബാണെന്ന് നമ്മൾ പറയും. പക്ഷേ കർഷകൻ്റെ കണ്ണീര് വീടാതെ സൂക്ഷിക്കണം. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പ്രൈം ടൈം തുടരുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു. തമിഴ്നാടിൻ്റെ മോഡലിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത്. അങ്ങനെ ചേരുകയാണെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷ കക്ഷികളും തീരുമാനിച്ചിട്ടുണ്ട്. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇന്ന് നിയമ നടപടിയോട് യോജിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണം എന്നതായിരുന്നു സർക്കാർ മുൻകൈയിൽ നടന്ന സർവകക്ഷി യോഗത്തിന്റെ പൊതുവികാരം. SIR-നെ ചോദ്യം ചെയ്ത് DMK സുപ്രീം കോടതിയെ സമീപിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ സമീപനം സ്വീകരിച്ചത്. സർക്കാരും നിയമ നടപടിയോട് യോജിച്ചതോടെ അത് യോഗത്തിന്റെ പൊതു തീരുമാനമായി മാറി. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി നിലയിലും തേടുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002 പട്ടിക അടിസ്ഥാനമാക്കി SIR നടപ്പാക്കാനുള്ള തീരുമാനം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായി യോജിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് SIR എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രകടിപ്പിച്ച നിലപാട്. നിയമോപദേശം ലഭിച്ച ശേഷം SIR-നെതിരെ സുപ്രീം കോടതി സമീപിക്കാനാണ് സർക്കാർ തലത്തിലെ ധാരണ. 24 തിരുവനന്തപുരം. ഹരിയാനയിലെ വോട്ടുകൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവിട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് ഇന്ന് പൊട്ടി. 25 ലക്ഷം കള്ളവോട്ടിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കുമെതിരെ ഇന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയ വലിയ ആരോപണം. രാജ്യത്തെ സംവിധാനത്തിൽ കോൺഗ്രസിന് വിശ്വാസമില്ല എന്നാണ് ആരോപണത്തിന് മറുപടിയുമായി BJP പറഞ്ഞത്. കാത്തുവച്ച ഹൈഡ്രജൻ ബോംബാണ് ഒടുവിൽ രാഹുൽ ഗാന്ധി പൊട്ടിച്ചത്. ഹരിയാന തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ തെളിവുകൾ സഹിതം ഓരോന്നോരോന്നായി പുറത്ത്. ഫോട്ടോഗ്രാഫർ മാത്യൂസ് ഫെറോറ എടുത്ത ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് പല പേരുകളിൽ ചെയ്തത് 22 വോട്ട്. She votes 22 times in Haryana and she votes in 10 different booths in Haryana and she's got multiple names: Seema, Sweetie, Saraswati. She's from Brazil. She's a Brazilian model. ഇരട്ട വോട്ട് 5 ലക്ഷത്തിലേറെ, 1 ലക്ഷത്തിനടുത്ത് വ്യാജവിലാസങ്ങൾ, ഒറ്റ ചിത്രം ഉപയോഗിച്ച് 1.25 ലക്ഷം വോട്ട്, 2 ബൂത്തുകളിൽ ഒരു വോട്ടർക്ക് 223 വോട്ട്. ഇങ്ങനെ 5 രീതിയിൽ അട്ടിമറി. 25 ലക്ഷത്തോളം കള്ളവോട്ടിലൂടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ഫയൽ എന്ന പേരിൽ തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണവും വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ചു. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we proved it. Do you have any doubts? എന്നാൽ ഇതുൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. कि उसको उम्र को 124 बता करके जितना बदनाम किया, तो ऐसा नकली फोटोग्राफ, नकली नाम, नकली इशू लेकर के राहुल गांधी और कांग्रेस पार्टी समय समय में बोलते रहते हैं.
മുമ്പ് മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ട് കൊള്ള നടത്തിയെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. നിലവിൽ രാഹുലിന്റെ 2 പരാതികൾ കമ്മീഷന് മുന്നിലുണ്ടെന്നും കൈവശമുള്ള തെളിവുകൾ രാഹുൽ ആ കേസുകളിൽ ഉപയോഗിക്കണമെന്നും ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം കത്തിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു വാർത്തയിലേക്ക്. കരൂർ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായി പാർട്ടി വേദിയിലെത്തി TVK അധ്യക്ഷൻ വിജയ്. ദുരന്തത്തിന് കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും DMKയുമാണെന്ന് വിജയ് തുറന്നടിച്ചു. അടുത്ത കൊല്ലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം DMKയും TVKയും തമ്മിലെന്ന് വിജയ് പറയുന്നു. മാമല്ലപുരത്തെ സ്വകാര്യ റിസോർട്ടിൽ നടന്ന പാർട്ടിയുടെ പ്രത്യേക ജനറൽ കൗൺസിൽ യോഗത്തിലാണ് വിജയിയുടെ വിമർശനം. കരൂർ ദുരന്തത്തിൽ തനിക്കും പാർട്ടിക്കും അഗാധമായ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസത്തെ മൗനം. ദുരന്തത്തെ രാഷ്ട്രീയവത്കരിക്കുന്നില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് വിജയ്. இந்த கபட நாடக திமுக அரசோட தில்லுமுல்லுகளை தாங்கி பிடிக்க இயலாமல் உச்சநீதிமன்றத்தில் திக்கு திணறி நின்றது முதல்வர் அவர்களுக்கு மறந்துவிட்டதா? പാർട്ടി കരൂരിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഒത്തുകൂടാൻ കഴിയുന്ന വേദികൾ പാർട്ടി ആവശ്യപ്പെടുമ്പോഴെല്ലാം അത് നിരസിക്കുകയും പകരം സ്ഥലപരിമിതികളുള്ള സ്ഥലങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നുവെന്നും ആരോപണം. இந்த லாஸ்ட் மினிட் வரைக்கும் எங்களுக்கு அந்த இடம் கொடுப்பாங்களா மாட்டாங்களா, பெர்மிஷன் தருவாங்களா மாட்டாங்களா, இப்படியே இழுத்து அடிச்சுக்கிட்டு இருப்பாங்க. நாகப்பட்டினத்தில் சொன்னது மாதிரி தான், நாங்கள் ஒரு இடம் செலக்ட் பண்ணி கேட்போம், மக்கள் நல்லா ஸ்பேஷியஸாக நின்று பார்க்குற மாதிரி. பட் அவங்க அதையெல்லாம் ரிஜெக்ட் பண்ணிட்டு மக்கள் நெருக்கடியோடு நின்று பார்க்குற மாதிரி ஒரு இடத்தை செலக்ட் பண்ணி எங்களுக்கு கொடுப்பாங்க. TVK വിജയിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സഖ്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വിജയിയെ ചുമതലപ്പെടുത്താനും ജനറൽ കൗൺസിൽ പ്രമേയം പാസാക്കി. 24 ചെന്നൈ. തടഞ്ഞുവെച്ച SSK ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയതോടെ പ്രതീക്ഷയിലായി വിദ്യാഭ്യാസ വകുപ്പ്. 1158 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നും ഇത് നേടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്ന കത്ത് AGയുടെ നിയമോപദേശത്തിന് ശേഷം കേന്ദ്രത്തിന് കൈമാറും. കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട 109 കോടി രൂപയിൽ 92 കോടി 41 ലക്ഷം രൂപ സംസ്ഥാനത്തിന് ലഭിച്ചത്. നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള നോൺ റെക്കറിംഗ് ഫണ്ട് 17 കോടി രൂപ ഇനി കിട്ടാനുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫണ്ടും ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 2023-24 കാലഘട്ടത്തിലെ 118 കോടി 58 ലക്ഷം രൂപയും 2024-25 കാലഘട്ടത്തിലെ 513 കോടി രൂപയും 25-26 കാലഘട്ടത്തിലെ 456 കോടി രൂപയും ഇനി ലഭിക്കാനുണ്ട്. അനുമതി നൽകിയ 109 കോടിയിൽ 92.41 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട റിക്കറിംഗ് ഫണ്ടാണ്. നിർമ്മാണ ആവശ്യങ്ങൾക്കായുള്ള നോൺ റിക്കറിംഗ് ഫണ്ട് 17 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ട്. അത് ഈ ആഴ്ച തന്നെ ലഭിച്ചേക്കും. ഈ കുടിശ്ശിക നമുക്ക് SSKക്ക് കിട്ടേണ്ട കുടിശ്ശിക അടക്കമുള്ള കാശ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 10-ാം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ നേരിൽ കാണുന്നുണ്ട്. ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തുന്നതിന് വേണ്ടി. SSK ഫണ്ട് ആദ്യ ഗഡു ലഭിച്ചത് PMC പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ നേട്ടമാണെന്നോ അല്ലെന്നോ പറയാനില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. PMC പദ്ധതി മരവിപ്പിക്കണമെന്ന മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാനുള്ള കത്ത് AGയുടെ പരിഗണനയിലാണ്. മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നത് തീരുമാനിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിനെതിരെ റാപ്പർ വേടൻ രംഗത്ത് വന്നു. വേടന് പോലും അവാർഡ് നൽകിയെന്ന പരാമർശം അപമാനിക്കുന്നതിന് തുല്യമെന്നാണ് വേടന്റെ പ്രതികരണം. വേടന് സംസ്ഥാന അവാർഡ് നൽകിയതിൽ തിരക്കഥാകൃത്തും എഴുത്തുകാരിയുമായ ദീദി ദാമോദരൻ വിമർശനവുമായി എത്തി. ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഈ ഗവൺമെന്റ് കാലത്ത് 5 അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു. ഇപ്രാവശ്യം സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഈ പരാമർശത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു. പരാമർശത്തിൽ വേടന്റെ പ്രതികരണം ഇങ്ങനെ: ആണ്, തീർച്ചയായിട്ടും ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുമല്ലോ. പാട്ടാണല്ലോ എന്റെ മാധ്യമം, പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും. പ്രതികരണം ചർച്ചയായതോടെ വേടൻ വിഷയത്തിൽ വിശദീകരണവുമായി എത്തി. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. വേടന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച തുടരുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ വേടന് അവാർഡ് നൽകിയ ജൂറി പെൺകേരളത്തോട് മാപ്പ് പറയണമെന്ന് ദീദി ദാമോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കൊച്ചി. ഇനി നെല്ല് സംഭരണത്തിലേക്ക്. നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ കർഷകരോഷം ഉയരുന്നതിനിടെ
ഈ ശനിയാഴ്ച മന്ത്രിതല യോഗം നടക്കും. യോഗത്തിന് ശേഷം സംസ്ഥാന വ്യാപകമായി നെല്ല് സംഭരണത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ലെടുക്കാനാണ് ആലോചന. കൊയ്തെടുത്ത നെല്ല് എവിടെ വിൽക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കർഷകർ. ഗതികെട്ട് തെരുവിൽ പ്രതിഷേധവുമായി നെൽകർഷകർ രംഗത്തെത്തിയതോടെയാണ് ശനിയാഴ്ച മന്ത്രിതല യോഗം. നെല്ല് സംഭരണത്തിൽ സഹകരണ വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ് സപ്ലൈകോയ്ക്ക്. കർഷകരിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങൾ നെല്ല് സംഭരിച്ച് അരിയാക്കിയാൽ സപ്ലൈകോ വാങ്ങും. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശനിയാഴ്ച പാലക്കാട് മന്ത്രിമാർ യോഗം ചേരും. ജില്ലയിലെ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി, മന്ത്രിമാരായ VN വാസവൻ, GR അനിൽ എന്നിവർ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ നെല്ല് സംഭരണം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം. നിലവിൽ ഇതുവരെ വിവിധ ജില്ലകളിൽ നിന്നായി 120 ലോഡ് നെല്ല് സംഭരിച്ചു. 2 മില്ലുടമകൾ കൂടി സംഭരണത്തിന് സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. കർഷകരെ അണിനിരത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുഴൽമന്നം പഞ്ചായത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. 24 തിരുവനന്തപുരം. തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ സംസ്ഥാനം വിട്ടെന്ന് സൂചന. തെങ്കാശി, പൊള്ളാച്ചി തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ 24 ഇന്ന് പുറത്തുവിട്ടു. തൃശൂരിൽ നിന്ന് ബാലമുരുകൻ തമിഴ്നാട് പൊള്ളാച്ചിയിലേക്ക് കടന്നെന്നാണ് കേരള പോലീസിന്റെ സംശയം. പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക് ബാലമുരുകൻ കടന്നിട്ടുണ്ടാകാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കാനാണ് തീരുമാനം. അന്വേഷണത്തിനായി തൃശൂരിൽ നിന്നുള്ള സംഘം തമിഴ്നാട്ടിലേക്ക് പോകും. തമിഴ്നാട് പോലീസ് സംഘം ഇതിനോടകം തെങ്കാശിയിൽ പരിശോധന ആരംഭിച്ചു. അതേസമയം ബാലമുരുകന്റെ രക്ഷപ്പെടലിൽ തമിഴ്നാട് പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പോലീസ് സംഘം ബാലമുരുകനുമായി ആലത്തൂരിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൈവിലങ്ങില്ലാതെ ബാലമുരുകൻ സഞ്ചരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. അതിനിടെ വിയ്യൂർ മണലാർ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയിൽ സ്കൂട്ടർ മോഷണം പോയതിനു പിന്നിൽ ബാലമുരുകനാണോ എന്ന സംശയവും പോലീസിനുണ്ട്. മോഷണം നടന്ന വീട്ടിലും സമീപ പ്രദേശത്തും കേരള തമിഴ്നാട് പോലീസ് സംഘം പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. റാഫി കരീം, 24 തൃശൂർ. പാലക്കാട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച രാസലഹരി വിൽപ്പന വ്യാപകമെന്ന ലഹരിയിൽ നിന്ന് മുക്തനായ ഒരു യുവാവിൻ്റെ തുറന്നുപറച്ചിൽ. ആദ്യം സൗജന്യമായി നൽകും, ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുമ്പോൾ ഭീഷണി നേരിടേണ്ടി വരുന്നെന്നും വെളിപ്പെടുത്തൽ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഡ്രഗ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അത്രമാത്രം. കാരണം പണ്ടത്തെ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിഭാഗം ചെറിയ രീതിയിൽ ചോത്തിട്ടുണ്ടാവും. ഇതിന് പറയുന്ന MDMA പറയുന്ന ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും കണ്ടെത്താൻ പോലും കഴിയില്ല. കാരണം ഈ പറയുന്ന MDMA-ലും കഞ്ചാവിലും പല രീതിയിലുള്ള കെമിക്കൽ ചേർത്താണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അത് പല രീതിയിലുള്ള കെമിക്കൽ ചെറിയ കുട്ടികളിലേക്ക് ചെറിയ രൂപത്തിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ അടുത്തേക്ക് തേടി പോകും. അതിന് ചിലപ്പോൾ ഈ പറയുന്ന 300 രൂപയുടെ പാക്കറ്റിൽ രൂപത്തിലാവും, അതല്ലെങ്കിൽ മിഠായി രൂപത്തിലാവും. ലഹരി വലയിൽപ്പെട്ട കുട്ടികൾക്കായി സഹായം തേടി രക്ഷിതാക്കൾ നടത്തിയ ടെലിഫോൺ സംഭാഷണവും പുറത്തുവന്നു. നമ്മുടെ അന്യം എന്താണെന്നറിയോ, അവൻ കുറച്ച് ഉടായ്പിൽ പോയി ചാടിക്കണം. അപ്പോൾ പെരക്കാരൊക്കെ മലങ്ങിയിട്ട് സ്കൂൾക്കും പോകണില്ല, ഭയങ്കര പ്രശ്നമാണ്. പറഞ്ഞാലും കേൾക്കണില്ല. പൈസ എത്ര ചിലവാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് പറയിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ക്ലാസ് കൊടുത്തിട്ട് ഒന്ന് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവും. അത് ഇപ്പോൾ ചെറുതായിട്ടൊരു കഞ്ചാവൊക്കെ ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ വേറെ ന്യൂസ് കേട്ടാ. സിഗരറ്റ് വാൻസും അതുപോലെ സ്കൂൾക്കും പോകണില്ല. കുറേ എനിക്ക് അത് എന്താ പറയുക, നമ്മൾ ഓൻ്റെ മെയിൻറ്റിൽ സ്കൂൾക്ക് പോകാനൊന്നും തോന്നണില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇപ്പാനൊക്കെ ഉമ്മയൊക്കെ അറിഞ്ഞിട്ട് കുറേ വിളിക്കണം. ഞാനിപ്പോൾ 3 കൊല്ലമായിട്ട് ഗൾഫിൽ തന്നെയാണ്. ഞാൻ വന്നിട്ടില്ല. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് വരാനിപ്പോൾ കഴിയൂല. എന്താ അവസ്ഥ? എന്താ കുഴപ്പമൊന്നുമില്ല, സുഖല്ലേ? ഓക്കെ അല്ലേ? ടെൻഷൻ കേട്ടോ. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. എന്താവശ്യം എന്തേലും വിളിച്ചോളുണ്ട് കേട്ടോ. നമ്പറിൽ എൻ്റെ ഞാൻ വരും. വരുമ്പോ പുതിയ ആളായിട്ട് വന്നച്ച് സ്കൂൾ പോകണല്ലേ? പോകണല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സ്കൂൾ കുഴപ്പമൊന്നുമില്ല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ, എന്നോട് പറയട്ടോ. ശരി.
24 പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നു. ഷംന, ശരിക്കും ഈ രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ കടുപ്പിച്ച് നടത്തുന്നു, സർക്കാർ നടത്തുന്നു, പല ആൾക്കാർ നടത്തുന്നു, രമേശ് ചെന്നിത്തല യാത്ര നടത്തുന്നു. എന്നിരുന്നാലും ആഴത്തിൽ വേരോടിയൊരു പ്രതിഭാസമായി ഇത് മാറുന്നു എന്ന് സംശയിക്കാൻ കാരണം പറയും. അതുതന്നെയാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിൽ ലഹരി വ്യാപനമുണ്ട്, ലഹരി വിൽപ്പനയുണ്ട് എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യുവാവിനെ തേടി പോകുന്നത്. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ മിഠായി രൂപത്തിലും അല്ലെങ്കിൽ കൊക്കക്കോള, പെപ്സി പോലുള്ള ചില പദാർത്ഥങ്ങളിൽ കലർത്തിയുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഈ ലഹരി കൊടുക്കുന്നതും അതും ഫ്രീ ആയി കൊടുക്കുന്നു. പിന്നീട് കുട്ടികൾ അതിന് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് കുട്ടികളിൽ നിന്നും പണം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പണം കണ്ടെത്താൻ വേണ്ടി കുട്ടികൾ മറ്റ് പല വഴികളും തേടുന്നു, രക്ഷിതാക്കളെ വരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോകുന്നു എന്ന് കൂടി ഈ യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ സ്വന്തം സഹോദരൻ ലഹരിയിൽ വലയിൽ പെട്ടുപോയി, അതിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസിയായ ഒരു സഹോദരൻ വിളിക്കുന്ന ഓഡിയോ കോൾ സംഭാഷണമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അതിനുശേഷം ഈ ലഹരി ഉപയോഗം തുടങ്ങിയ കുട്ടി തന്നെ, ഒരു 14 വയസ്സുകാരൻ തന്നെ സംസാരിക്കുന്ന ഒരു ഓഡിയോ നമ്മൾ കേട്ടു. അതായത് ലഹരിയിൽ നിന്നും മുക്തി നേടുമ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഹരി തന്ന ആളുകൾ, ഈ വിൽപ്പന നടത്തുന്നവർ, ഡീലർമാർ, ഇവർ പിന്നീട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായി തന്നെ ഒരു പ്രശ്നമായി ഈ ലഹരി വ്യാപനം മാറുന്നു എന്നതാണ്. മറ്റൊന്ന്, പാലക്കാട് ജില്ലയിൽ നേരത്തെ തന്നെ ഈ രാത്രികാലങ്ങളിലുള്ള പരിശോധനയിലാണ് നേരത്തെ തന്നെ കൂടുതൽ ലഹരി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചായി പാലക്കാട് ജില്ലയിൽ പോലീസ് 8 പോസ്റ്റുകൾ രാത്രിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. നമ്മൾ അതിന്റെ ഈ ദൃശ്യങ്ങൾ സഹിതം എത്തിച്ചിട്ടുള്ളതുമാണ്. അതായത് ഈ രാത്രി 24 മണിക്കൂറും പ്രവർത്തിക്കണം എന്നത് നിയമമാണ്. ഈ പോലീസിന്റെ 8 പോസ്റ്റുകൾ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ രാത്രികാലങ്ങളിൽ ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ പിന്നീട് 8 പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല, പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ്. അവിടെ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നാണ് സാഹചര്യം. ഈ ലഹരി ഉൾപ്പെടെ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തകളിൽ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുമാണ് കൂടുതൽ ലഹരി വിൽപ്പന നടക്കുന്നത്. പക്ഷെ അവിടെയൊന്നും കൃത്യമായ ഒരു പരിശോധന നടക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഈ ലഹരി വ്യാപനം നടക്കുന്നു. മറ്റൊന്ന്, ബാംഗ്ലൂരിൽ നിന്നടക്കം കുട്ടികൾ, ബാംഗ്ലൂരിലും മറ്റും പുറത്തു നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ, നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ്, മറ്റ് ചെലവുകളൊക്കെ വഹിച്ചുകൊണ്ടാണ് ഈ ഡീലർമാർ ബാംഗ്ലൂരിൽ നിന്ന് കഞ്ചാവ് എത്തിക്കുന്നത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് ജില്ലയിൽ ലഹരി വ്യാപനം കൂടുന്നു. മറ്റൊന്ന്, ഈ കഞ്ചാവ് പോലെ അല്ലെങ്കിൽ മദ്യം പോലെയോ ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ കുട്ടികളെ നേരിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധി കൂടി വെല്ലുവിളിയായി നിൽക്കുന്നു. SKN. ഓക്കെ, ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേർന്നത്. എറണാകുളം പെരുമ്പാവൂരിലെ ആളൊഴിഞ്ഞ മേഖലകൾ ലഹരിത്താവളങ്ങളാകുന്നു. ഹെറോയിൻ പോലെയുള്ള നിറയ്ക്കുന്ന കുപ്പികളും ഉപയോഗിച്ച തിറിഞ്ചുകളും പറമ്പുകളിൽ ഉപയോഗിച്ച നിലയിൽ കണ്ടെത്തി. ആൻമരിയ സണ്ണി കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻമരിയ, പെരുമ്പാവൂരിനെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ കുറേ കാലമായി കേൾക്കുന്ന ഈ അതിഥി തൊഴിലാളികളൊക്കെ അവിടെ ഇതുമായി ബന്ധപ്പെട്ടവരാണെന്ന്, കുറച്ച് പേരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടവരാണെന്നൊക്കെയുള്ള പരാതി ഉയരുന്ന ഒരു സമയത്താണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. എന്താണ് ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന വിവരം? SKN, ഈ പെരുമ്പാവൂർ നഗരത്തിൽ കൂടുതലായിട്ടും ലഹരി ഒഴുകുന്നു എന്നുള്ള വാർത്ത നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ലഹരി ഉപയോഗിച്ചിട്ടുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂർ തന്നെയാണ്. അതിൽ അതിഥി തൊഴിലാളികളാണ് കൂടുതലായിട്ടും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ഇതിനുവേണ്ടി കണ്ടെത്തുന്നത് ഈ ഒഴിഞ്ഞ പറമ്പുകൾ, ആൾതാമസമില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇവർ എടുക്കുന്ന തൊഴിൽ ചെയ്തതിന് ശേഷം കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ അതും കിട്ടാതാവുമ്പോൾ ചെറിയ തരത്തിലുള്ള പിടിച്ചുപറി, മോഷണം എന്നതടക്കമുള്ള രീതികളിലേക്കാണ് ഇവരുടെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത്. ഈ ലഹരി ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെയുള്ള പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എക്സൈസിന്റെയും എല്ലാം നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ശ്രമങ്ങളുടെ എല്ലാം ഇടയിലാണ് ഈ രീതിയിൽ ലഹരി വ്യാപനം അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ പെരുമ്പാവൂർ നഗരത്തിൽ എത്തുന്നത്. അതിന് ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലഹരി ഉപയോഗിച്ചതിന് ശേഷം കയറി വരുന്ന യുവാക്കളുണ്ട് ആ കൂടെ. അതോടൊപ്പം തന്നെ ഈ സിറിഞ്ചുകൾ, ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ടുവെക്കുന്ന ഡപ്പകൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും പരിശോധന അതിശക്തമാണ് പെരുമ്പാവൂർ നഗരത്തിൽ. അതിഥി തൊഴിലാളികൾക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സജീവമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഈ ആളൊഴിഞ്ഞു കിടക്കുന്ന ഈ പറമ്പുകൾ പോലെയുള്ള ഭാഗങ്ങൾ, അത് പെരുമ്പാവൂർ നഗരത്തിൽ അതൊരു ലഹരിത്തവളമായി മാറുന്നു എന്നത് തന്നെയാണ് SK നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് കൊച്ചി വിവരങ്ങളുമായി ചേർന്നത്.
മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭാ സെക്രട്ടറി വീണ്ടും മാറ്റി. കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി VP ഉണ്ണികൃഷ്ണനാണ് പുതിയ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം നിയമിച്ച അനിൽകുമാർ നൊച്ചിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെയാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. YS അഭിനന്ദ് കോഴിക്കോട് നിന്ന് ഈ മാറ്റത്തിൻ്റെ ദുരൂഹത വെളിപ്പെടുത്താൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് അഭിനന്ദ് അവിടെ സംഭവിക്കുന്നത് കൊടുവള്ളിയിൽ? SK നഗരസഭയിൽ പുതുക്കിയ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ വാദപ്രതിവാദങ്ങളൊക്കെ രൂക്ഷമായത്. അങ്ങനെ നഗരസഭാ സെക്രട്ടറിയെ കാണാനില്ലെന്ന പരാതി ഉണ്ടാകുന്നു. നഗരസഭാ സെക്രട്ടറി 10ലധികം ദിവസമായി ജോലിയിൽ പ്രവേശിക്കാതിനെ തുടർന്ന് UDF തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ ഭരണ വകുപ്പ് ഇന്നലെ നഗരസഭാ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോഴിക്കോട് ഇന്റേണൽ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള അനിൽകുമാർ നൊച്ചിലിനെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ മുനിസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. എന്നാൽ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി VP ഉണ്ണികൃഷ്ണനെയാണ് പുതിയ സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ട് തദ്ദേശ ഭരണ വകുപ്പ് വീണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ നിയമിതനായ അനിൽകുമാർ നൊച്ചിയിൽ അദ്ദേഹം വിജിലൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ കൊടുവള്ളി നഗരസഭയിലെത്തിയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പരാതി നൽകി. ആ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധി കൂടി പരിഗണിച്ച് എത്രയും പെട്ടെന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസം തദ്ദേശ ഭരണം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് അടക്കം പോകുന്ന ഘട്ടത്തിൽ കൊടുവള്ളി നഗരസഭ സെക്രട്ടറി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകാത്ത സ്ഥിതിയിലേക്ക് മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പ് അടിയന്തരമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ പുതിയ സെക്രട്ടറി വീണ്ടും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ അവിടെ എത്തി ജോലി ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ അനിൽകുമാറിന് കൈമാറിയിട്ടുമുണ്ട്. SK. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരു സ്വദേശി നൌഫലിനെ കാസർഗോഡ് മരിച്ചു നിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നു. ട്രെയിൻ തട്ടിയുള്ള മരണമെന്ന ഫോറൻസിക് സർജന്റെ പ്രാഥമിക റിപ്പോർട്ട് പരിഗണിക്കാതെ കർണാടക പോലീസ് അന്വേഷണം തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച് അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. നൌഫലിൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുത്തിട്ടുണ്ട്. ആസൂത്രിതമായ കൊലപാതകമാകുമെന്നും കർണാടക പോലീസിന് സംശയമുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി അരുൺ പാറക്കൽ ടെലിഫോണിൽ ചേർന്നു കാസർഗോഡ് നിന്ന്. പറയൂ അരുൺ പാറക്കൽ, ഇപ്പോൾ കർണാടക പോലീസ് ഇങ്ങനെ സംശയിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കർണാടക പോലീസിന്റെ സംശയത്തിന് പിന്നിൽ നൌഫലിന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ്. 3 കൊലപാതക കേസുകൾ ഉൾപ്പെടെ 12ലധികം കേസുകളാണ് നിലവിൽ നൌഫലിന്റെ പേരിൽ മംഗലാപുരത്ത് മാത്രമുള്ളത്. അതാണ് ഈ കർണാടക പോലീസിനെ ഇത്രയധികം സംശയത്തിന്റെ നിഴലിലാക്കാനൊരു കാരണം. എന്തായാലും പോലീസ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന നടക്കുന്നത്. തലപ്പാടി മുതൽ ഉപ്പള ഗേറ്റ് വരെയുള്ള 100ലധികം CCTVകൾ കേരള പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. ഇഴകീറി പരിശോധിക്കുകയാണ്. നൌഫൽ കേരളത്തിലേക്ക് എന്തിനു വന്നു, എപ്പോഴെത്തി, എങ്ങനെയാണ് എത്തിയത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. നൌഫലിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി നിലവിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. കർണാടക കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ മംഗലാപുരത്തിന്റെ അപ്പുറത്തേക്കാണ് അന്വേഷണം നടക്കുന്നത്. നൌഫലിന്റെ ക്രിമിനൽ പശ്ചാത്തലവും നൌഫലിന്റെ കേസുകളും ഒക്കെ മംഗലാപുരത്തിനപ്പുറമാണ്. അതാണ് പോലീസിന് ആ ഭാഗത്തേക്ക് ഈ ഒരു അന്വേഷണമായി എത്താൻ കാരണം. മരണകാരണം ട്രെയിൻ തട്ടിയത് മൂലമാണെന്നാണ് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫോറൻസിക് സർജനും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് കേരള പോലീസ് ട്രെയിൻ തട്ടിയതാണ് മരണകാരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ കർണാടക പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മയക്കുമരുന്ന് കുത്തിവെച്ച് റെയിൽവേ ട്രാക്കിൽ തള്ളിയതാകാമെന്നൊരു സംശയം കർണാടക പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ നൌഫലിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് സിറിഞ്ച് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് കർണാടക പോലീസ് ഇത്ര ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണവും ഇത് കൊലപാതകമാവാം, ആസൂത്രിതമായ കൊലപാതകമാവാം എന്നൊരു നിഗമനത്തിലേക്കും എത്താൻ കാരണം. എന്തായാലും CCTV കേന്ദ്രീകരിച്ച് പരിശോധിക്കുന്നുണ്ട്. ഉടൻ തന്നെ ദുരൂഹത അഴിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, അരുൺ പാറക്കലാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നിർത്തി ഹൈക്കോടതി. നിലവിലെ ഭരണസമിതിയുടെ മിനിറ്റ്സിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്ന് കോടതി കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻപൂരി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്തുന്ന സംശയവും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പ്രകടിപ്പിച്ചു. ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളി കൊടുത്തുവിട്ടത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല. സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ ഈ വർഷം മതിയായ സമയം കിട്ടിയെങ്കിലും ബോർഡ് തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്ന ചോദ്യം കോടതി ഉയർത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂറുമായാണ് കോടതി താരതമ്യപ്പെടുത്തിയത്. ശബരിമലയിലെ മൂല്യവസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും
കോടതി സംശയിക്കുന്നു. 2019 ഭരണസമിതിക്കെതിരെയും അതിരൂക്ഷ വിമർശനമുണ്ട്. ബാക്കി വന്ന ദേവസ്വം ബോർഡിന്റെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചിട്ടും ക്രിമിനൽ നടപടി സ്വീകരിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തിയെന്ന് കോടതി വ്യക്തമാക്കി. പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു എന്ന നിഗമനത്തിലാണ് കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയ പരിശോധന നടത്താൻ കോടതി അനുമതി നൽകി. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുമ്പോൾ കോടതി പോലും ഞെട്ടുന്ന സാഹചര്യമാണുള്ളത്. 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കി. ഹൈക്കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം ഉന്നയിച്ച വാദങ്ങൾ ഹൈക്കോടതി ശരിവെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടരുതെന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്നാണ് ഇന്ന് BJP വ്യക്തമാക്കിയത്. അതേസമയം അന്വേഷണത്തിൽ സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഇന്നത്തെ പ്രതികരണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നന്നായി അത് അന്വേഷിക്കണം, എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT ചുമതലപ്പെടുത്താൻ നമ്മൾ ഗവൺമെൻറ് പറഞ്ഞു, കോടതി അതിനെ അംഗീകരിച്ചു, ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്നു. മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പ്രതികരിക്കാം. ഇപ്പോൾ കോടതി ഏതായിരുന്നാലും അന്തിമമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊരു വിധിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പൂർണ്ണതയിലെത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കോടതി പരിശോധിച്ചതിന് ശേഷം കോടതി പറയില്ല. അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾ സുതാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത്. 98 മുതൽ 2025 വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ബോർഡുകളുടെയും അന്വേഷണം ബോർഡുകളെയും ഉൾപ്പെടുത്തി അന്വേഷണ പരിധിയിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ അന്നത്തെ നിലപാട്, ഇന്നത്തെ നിലപാട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് ഒരു ബോധ്യം എന്ന് പറയുന്നത് കൃത്യമായും സുതാര്യമായും കാര്യങ്ങൾ നടത്തി എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ്. അമേരിക്കയിൽ നിന്ന് പുതു ചരിത്രമെഴുതി. ലോകത്തിലെ തന്നെ മഹാനഗരങ്ങളിലൊന്നായ ന്യൂയോർക്ക് സിറ്റിയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വംശജൻ മേയറായി വന്നു സൊഹറാൻ മംദാനി. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അമേരിക്കയിൽ ഉടനീളം ശരിക്കും ഡെമോക്രാറ്റിക് കക്ഷിയുടെ ആൾക്കാർക്ക് സന്തോഷം വന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയായി. ഇങ്ങനെയുള്ള ഒരു കുടിയേറ്റക്കാരനെ വെച്ച് വാഴിക്കില്ല എന്ന് ആദ്യം മുതലേ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം, ഫെഡറൽ റിസർവോ അല്ലെങ്കിൽ ഫെഡറൽ സാമ്പത്തിക സഹായമോ ന്യൂയോർക്കിന് കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം മേയർ ന്യൂയോർക്കിൽ വരുന്നത്. 34-കാരനായ സൊഹറാൻ മംദാനി ചരിത്രം എഴുതി. കുടിയേറ്റക്കാരുടെ നഗരമായി തുടരുമെന്നും കുടിയേറ്റക്കാരനാണ് ഇപ്പോൾ മേയറെന്നും ഇത് ഡൊണാൾഡ് ട്രംപ് കേൾക്കുന്നുണ്ടല്ലോ എന്നും അദ്ദേഹം ജനങ്ങളെ നോക്കി പറയുന്നുണ്ടായിരുന്നു. മേയർ ഗവർണർ തെരഞ്ഞെടുപ്പുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടിയായിരുന്നു ഇന്നത്തെ ഫലം. മെസൗറി സിറ്റി മേയറായി മലയാളിയായ റോബിൻ ജി എലക്കാടും തിരഞ്ഞെടുക്കപ്പെട്ടു. 3ാമത്തെ തവണയാണ് റോബിൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി മറികടന്നാണ് സൊഹറാൻ മംദാനിയുടെ മിന്നും ജയം. മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ സഹായം വെട്ടിച്ചുരുക്കുമെന്നുൾപ്പെടെയുള്ള ഭീഷണി ജനം തള്ളി. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാതെ മുൻ ഗവർണറും ഡെമോക്രാറ്റുമായ ആൻഡ്രൂ കുമോയ്ക്കായി ട്രംപ് രംഗത്തിറങ്ങിയെങ്കിലും അതും ഫലം കണ്ടില്ല. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ച മംദാനി ലോകത്തെ വലിയ നഗരത്തിന്റെ മുഖമായി. കുടിയേറ്റവും ഇസ്ലാമോഫോബിയയും പരാമർശിച്ച് മംദാനിയുടെ വിജയപ്രസംഗം. Where the more than 1 million Muslims know that they belong. Not just in the 5 boroughs of this city, but in the halls of power. ഇന്ത്യയിൽ ജനിച്ച ഗസാല ഹാഷ്മി വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സിൻസിനാറ്റിയിൽ ഇന്ത്യൻ വംശജനായ അഫ്താബ് പുരേവാൾ വീണ്ടും മേയറായി. ഇരുവരും ഡെമോക്രാറ്റുകളാണ്. ന്യൂജേഴ്സിയിലും വെർജീനിയയിലും ഡെമോക്രാറ്റുകളായ വനിതകളാണ് ഗവർണർ സ്ഥാനത്തേക്ക് ജയിച്ചത്. രണ്ടിടത്തും ആദ്യമായാണ് വനിതകളുടെ വിജയം. ബാലറ്റിൽ തന്റെ പേരില്ലാത്തതും ഷട്ട്ഡൌണുമാണ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർ പരാജയപ്പെടാൻ കാരണമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും ഇത് ചരിത്രമെഴുതിയ ഒരു വരവാണ്. വരവെന്ന് വെച്ചാൽ ഒരു 1.5 വരവ്. ഡൊണാൾഡ് ട്രംപിന് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
SKN പറഞ്ഞതുപോലെ ചരിത്രം എഴുതിയ ഒരു വോട്ടെടുപ്പായിരുന്നു ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് നടന്നത്. 1969 ശേഷം ഇത്രയധികം പേർ വോട്ട് രേഖപ്പെടുത്തിയതും ഇത് ആദ്യമായിട്ടാണ്. ഏതാണ്ട് 2 മില്യണിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയതായിട്ടാണ് ഒടുവിൽ വരുന്ന കണക്കുകൾ. SKN ട്രംപ് പിന്തുണച്ച ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സ്വതന്ത്ര വിമത സ്ഥാനാർത്ഥി ആൻഡ്രൂ കുമോ വോട്ട് പെട്ടി പൊട്ടിച്ചപ്പോൾ ശരിക്കും ചങ്ക് പൊട്ടിയതുപോലെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഈ മംദാനിയുടെ വിജയം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു ചർച്ചയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. SKN വർഷങ്ങൾക്ക് മുമ്പ് മീര നായരുടെ കൈപിടിച്ച് അമ്മ നടക്കുമ്പോൾ ഈ അമ്മയ്ക്ക് എന്തിവിടെ കാര്യമെന്ന് ഒരു ക്യാൻ ഫെസ്റ്റിവൽ വെച്ച് ഒരാൾ ചോദിച്ചപ്പോൾ അന്ന് അമ്മ പറഞ്ഞു, ഐ ആം ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഡയറക്ടർ. ഇതേ വാചകമാണ് മീര നായർ ഇന്നലെ പറഞ്ഞിരുന്നത്. ഐ ആം ദ പ്രൊഡ്യൂസർ ഓഫ് ദ കാൻഡിഡേറ്റ് എന്നാണ് സ്വന്തം മകനെ പറ്റി ഈ അമ്മ വിശേഷിപ്പിച്ചത്. ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് ഷോയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നയങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അതിസമ്പന്നരുടെ നികുതി വർദ്ധിപ്പിക്കുമെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. 7.5% നിന്ന് അത് 11.5% അത് മാത്രമല്ല, ട്രംപിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദേശീയ സുരക്ഷാ സേനയെ ന്യൂയോർക്കിലേക്ക് അയക്കും മുമ്പ് മറ്റ് 10 സംസ്ഥാനങ്ങളിലെ ക്രൈം കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയക്കൂ. അവിടെ 8 സംസ്ഥാനങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മതി ന്യൂയോർക്കിലേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അദ്ദേഹത്തിന്റെ വിക്ടറി സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞത് ടേൺ ദ വോളിയം അപ്പ് എന്നാണ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത്. അതായത് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. SK നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ്. കോട്ടയംകാരനായ മിസോറി മേയറായിട്ട് റോബിൻ ഏലക്കാട്ട്, ടെക്സാസ് സ്റ്റേറ്റിൽ നിന്നുള്ള റോബിൻ ഏലക്കാട്ട് വീണ്ടും ജയിച്ചു എന്നുള്ള വാർത്ത. ഇത് കൂടാതെ ന്യൂജേഴ്സിയിൽ മിക്കി ഷെറിൽ, അതുപോലെ വിർജീനിയയിൽ അബിഗെയിൽ സ്പാൻബർഗറുമാണ് പുതിയ ഗവർണർമാർ. ഇരുവരും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഉള്ളവരാണ്. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ചരിത്രം എഴുതിയൊരു വിജയമാണ്. ഒരു ഇന്ത്യൻ വംശജൻ ന്യൂയോർക്ക് നഗരത്തിൻ്റെ തലപ്പത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം. 5 കൊല്ലം മുമ്പ് തിരുവനന്തപുരം മേയറായി 21-കാരി ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സൊഹറാൻ മംദാനി, ഇന്ന് ന്യൂയോർക്ക് മേയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ, എക്സിൽ ഒരു കാര്യം കുറിച്ചു. ഇപ്പോൾ ഈ പോസ്റ്റ് വീണ്ടും ശ്രദ്ധേയമാകുകയാണ്. ആര്യ രാജേന്ദ്രനെ മേയറായി തിരഞ്ഞെടുത്തു എന്ന CPM പുതുച്ചേരി ഘടകത്തിൻ്റെ എക്സ് പോസ്റ്റാണ് അന്ന് മംദാനി റീപോസ്റ്റ് ചെയ്തത്. ഇന്ന് ന്യൂയോർക്കിൻ്റെ മേയറായി 34-കാരൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ പഴയ കഥയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. 2020 ഈ ഒരു പോസ്റ്റ് വന്നത്. ഡിസംബറിൽ തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റെടുത്തപ്പോൾ സൊഹറാൻ മംദാനി ഒരു അഭിനന്ദനക്കുറിപ്പ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. CPIM പുതുച്ചേരി ഘടകത്തിന്റെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ടായിരുന്നു മംദാനിയുടെ ട്വീറ്റ്. അവർ ചോദിക്കുന്നു, അപ്പോൾ എങ്ങനെയുള്ള ഒരു മേയറെയാണ് ന്യൂയോർക്ക് സിറ്റിക്ക് വേണ്ടത്? എന്റെ മറുപടി ഇതാണ്. ആര്യ രാജേന്ദ്രനെ പറ്റി CPIM പുതുച്ചേരി ഘടകത്തിന്റെ പോസ്റ്റാണ് മംദാനി മറുപടിയായി നൽകിയത്. ആര്യ രാജേന്ദ്രൻ, വയസ്സ് 21, തിരുവനന്തപുരത്തിന്റെ പുതിയ മേയർ. ലോകത്തിലെ ഒരു പ്രധാന നഗരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരിക്കും അവർ. ഇതായിരുന്നു പുതുച്ചേരി CPIMന്റെ പോസ്റ്റ്. അമേരിക്കൻ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ക്വീൻസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിരുന്നു അന്ന് മംദാനി. ന്യൂയോർക്കിലെ സാധാരണക്കാരുടെ ജീവിതം താങ്ങാനാവുന്നതാക്കുക എന്നതായിരുന്നു മംദാനിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. എല്ലാവർക്കും ഭവനം, വാടക കുടിയൊഴിപ്പിക്കൽ തടയുന്നതിനുള്ള നിയമപരമായ സഹായം, നഗര നിയന്ത്രണത്തിൽ പലചരക്ക് കടകൾ സ്ഥാപിച്ച് അവശ്യവസ്തുക്കളുടെ വില നിയന്ത്രണം, നഗരത്തിൽ സൗജന്യ ബസ് സർവീസുകൾ, പദ്ധതികൾക്ക് പണം കണ്ടെത്താനായി നഗരത്തിലെ സമ്പന്നർക്കും കോർപ്പറേഷനുകൾക്കും നികുതി വർദ്ധിപ്പിക്കുക തുടങ്ങി മംദാനി മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം തന്നെ വമ്പൻ ജനപിന്തുണ നേടി. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും മംദാനി അവിടെ നിന്ന് 21-കാരിയായ ആര്യ രാജേന്ദ്രൻ്റെ പോസ്റ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ന്യൂയോർക്ക് മേയറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിക്ക് തിരിച്ചൊരു പോസ്റ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കാണാം. കുറച്ച് സമയം മുമ്പാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടത്. ആര്യ രാജേന്ദ്രൻ പറയുന്നു, ന്യൂയോർക്ക് നഗരത്തിൻ്റെ 111ാമത് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹറാൻ മംദാനിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നീതി, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളുടെ പ്രസക്തിയുടെയും അവ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും പ്രചോദനവുമാകുന്നതിൻ്റെയും ശക്തമായ തെളിവാണ് താങ്കളുടെ വിജയം. അങ്ങനെ പോകുന്ന പോസ്റ്റാണെന്ന് ആര്യ രാജേന്ദ്രൻ ഇട്ടത്. അന്ന് അദ്ദേഹം എക്സിൽ കുറിച്ച പോസ്റ്റ് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് ആര്യ രാജേന്ദ്രൻ്റെ സന്ദേശം ന്യൂയോർക്കിലേക്ക് എത്തുമ്പോൾ ലോകത്ത് തന്നെ ചരിത്രമെഴുതി ഒരു മേയർ, അവിടെ ഒരു ഇന്ത്യൻ വംശജൻ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. സന്തോഷം.
ഈ വർഷവും കയർ ദിനം ആഘോഷിക്കാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കയർ മേഖലയിൽ കനത്ത പ്രതിഷേധം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇന്നേ വരെ കയർ ദിനമായ നവംബർ 5-ന് ഒരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ല. കയർ മേഖലയോടുള്ള നിരന്തര അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ. 1935 നവംബർ 5-നാണ് സംസ്ഥാനത്തെ ആദ്യ കയർ വ്യവസായ സഹകരണ സംഘം കൊടുങ്ങല്ലൂരിൽ രജിസ്റ്റർ ചെയ്തത്. കയർ ദിനമായി നവംബർ 5 തിരഞ്ഞെടുക്കാനും കാരണമിതാണ്. കഴിഞ്ഞ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ കയർ മന്ത്രിയായിരുന്ന G സുധാകരൻ മുൻകൈയെടുത്താണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഏറെ നാളത്തെ പഠനങ്ങൾക്ക് ശേഷമായിരുന്നു പ്രഖ്യാപനം. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും വർഷാവർഷം കയർ ദിനം വിപുലമായി ആചരിച്ചിരുന്നു. 2016-ൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മലയാളി പോലും കയർ ദിനം മറന്നു. സർക്കാർ പരിപാടികൾ വേണ്ടെന്ന് വെച്ചു. പിണറായി ഗവൺമെന്റിന്റെ ഈ 2 ഘട്ടത്തിലും കയർ ദിനവും കയർ കേരളയും മറന്നുകൊണ്ട് കയർ മേഖലയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ ഒരു പ്രതാപമെന്ന് പറയുന്നത് കയറിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. പക്ഷേ ആ ചരിത്രത്തെ മറികടന്നുകൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെയും ആ മേഖലയിൽ തൊഴിലെടുപ്പിക്കുന്ന ചെറുകിടക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയർ ദിനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മേഖലയിലെ പ്രതിസന്ധികൾ കൂടി പരിഹരിക്കപ്പെടുമെന്നായിരുന്നു തൊഴിലാളികളുടെ പ്രതീക്ഷ. എല്ലാ വർഷവും ആലപ്പുഴയിൽ നടന്നു വന്നിരുന്ന കയർ കേരള അന്താരാഷ്ട്ര മേളയും മുടങ്ങിയിട്ട് വർഷങ്ങളായി. അവസാനമായി മേള നടന്നത് 2019-ൽ. അന്ന് 399 കോടി രൂപയുടെ ഓർഡറുകളാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇന്ന് കയർ ഉൽപ്പന്നങ്ങൾ ഓർഡർ ലഭിക്കാതെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളിൽ പകുതി പേരും തൊഴിലുപേക്ഷിച്ച മറ്റ് ജോലികളിലേക്ക് കടന്നു. അവഗണന അവസാനിപ്പിച്ച് സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ കയർ വ്യവസായം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. 24 ആലപ്പുഴ. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ലഹരിയിൽ കത്തിക്കുത്ത് നടത്തിയ കേസിലെ പ്രതി പിടിയിലായി. വയൽക്കര സ്വദേശി സനൂപിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ അല്പനിമിഷങ്ങൾക്കകം ചേരും. എന്തായാലും പോലീസ് വളരെ ഗൗരവമായി അന്വേഷിച്ചിട്ടാണ് ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. നെടുമ്പാശ്ശേരിയിലാണ് കത്തിക്കുന്നുണ്ടായത്. എന്തായാലും കേസിലെ പ്രതി പിടിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വയൽക്കരയിലെ സനൂപാണ് പ്രതി. ലഹരി ഉപയോഗിച്ചതിന് ശേഷം നടന്ന അക്രമമാണ് ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിയെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 3 ടാക്സി ഡ്രൈവേഴ്സിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് കത്ത് കൊടുത്തിരുന്നു. അതനുസരിച്ച് ലൈസൻസ് പോയി കിട്ടി. ഓൺലൈൻ ടാക്സി സേവനം ഉപയോഗിച്ചതിനായിരുന്നു മുംബൈ സ്വദേശി ജാൻവിക്ക് നേരെ മൂന്നാറിൽ ഡ്രൈവർമാരുടെ കയ്യാങ്കളി. മൂന്നാർ സ്വദേശികളായ P വിജയകുമാർ, K വിനായകൻ, A അനീഷ് കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. 2 ടാക്സി കാറുകളിലും ഇരുചക്ര വാഹനത്തിലുമാണ് ഇവർ പ്രശ്നമുണ്ടാക്കാനെത്തിയത്. ലൈസൻസിനൊപ്പം ഈ വാഹനങ്ങളുടെയും പെർമിറ്റ് റദ്ദാക്കാനും നീക്കമുണ്ട്. കയ്യാങ്കളിക്ക് നിന്നിട്ടില്ലെന്നും ഓൺലൈൻ ടാക്സി മൂന്നാറിൽ സർവീസ് നടത്തുന്നതിന്റെ നിയന്ത്രണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തതെന്നും ഡ്രൈവർമാർ വിശദീകരിക്കുന്നു. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വിശദീകരിച്ചു. കൂടുതൽ പരാതിയില്ലെന്ന നിലപാടിലാണ് യുവതിയുടെ കുടുംബാംഗങ്ങളും. സംഭവം വിവാദമായതോടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ യുവതി നീക്കം ചെയ്തിരുന്നു. 24 ഇടുക്കി. കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ കോഴി മാലിന്യം തള്ളാൻ ശ്രമം. മാലിന്യ വണ്ടി ഹാർബർ തൊഴിലാളികൾ പിടികൂടി. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത. ഷഹദ് പറയൂ. അതായത് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ ഇത്തരത്തിൽ കോഴി മാലിന്യം തള്ളാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ കോഴി മാലിന്യമുള്ള വണ്ടി അത് ഇവിടെ നിക്ഷേപിക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ ഹാർബറിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഇത് കാണുകയും അവർ ഈ വിഷയം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് അതിൽ കോഴി മാലിന്യമാണ് എന്ന വിവരം അറിയുന്നത്. ഇതിപ്പം ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എപ്പോഴായിരുന്നു? ഇവിടെ ഈ 11 മണിക്കാണ് ഇവിടെ ഈ വണ്ടി കൊണ്ടുപോയിടുന്നത്. ഈ 11 മണിക്ക് എന്ന് പറയുമ്പോൾ ഈ കോഴിക്കോട് ഹാർബർ എന്ന് വെച്ചാൽ ഹാർബർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹാർബറിന്റെ നീറ്റ് കാണണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധപ്പെടുന്നത്? ഇത് ഞാൻ വന്നതിന്റെ ശേഷം വൈകിട്ടാണ് ഈ വണ്ടി ഇവിടെ കാണുന്നത്. ആരുടെയാ വണ്ടി? ആയിരുന്നു ഇത് CPRന്റെ അന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ CPRന്റെ വേസ്റ്റ് കെടുക്കുന്നത് ഫുള്ള് പുയി വെച്ചിട്ടാണ് കെടുക്കുന്നത്. ഇത് ഈ പ്രദേശത്ത് ഏതെങ്കിലും വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നോ ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ ഇതൊരു നെളിയം പറമ്പാക്കിയിട്ട് ഇവിടെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ നെളിയം പറമ്പ് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ അതിന് ശക്തമായ പ്രതിഷേധപ്പെടുത്തി. ഇവിടെ മെയിനായിട്ട് പറയാനുള്ള കാരണം വെച്ചാൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വെള്ളയിൽ പൊതു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിന്റെ വൃത്തിയും വെടുപ്പും മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോ ഹെൽത്ത് വന്നോ പോലീസ് വന്നോ ഇതിലെന്താ ഇനിയിപ്പോ നടപടി? എന്താ നടപടി? ഹെൽത്തും കോർപ്പറേഷൻ അതായത് ഹെൽത്തും പോലീസും തീരുമാനിക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഹാർബറിനുള്ളിൽ ജോലി ചെയ്യുന്ന ആളാണ്.
ഇത് കണ്ടിന്യൂ ആയിട്ട് പറയാൻ നമ്മൾ ഓക്കെ, ഷഹദർ റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇനി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് എക്സ്പ്രസ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. തമിഴ്നാടിന്റെ മാതൃക സ്വീകരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണയായി. നിയമ നടപടി സ്വീകരിക്കുന്നതിനോട് യോജിച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ. കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നതിൻ്റെ അപ്രായോഗികത അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സംസ്ഥാനങ്ങൾക്ക്, ആസാം പോലുള്ള സംസ്ഥാനങ്ങൾക്ക്, മഹാരാഷ്ട്രയ്ക്കൊക്കെ അത്തരം പരിഗണന കൊടുക്കുമ്പോഴും കേരളത്തിന് ആ പരിഗണന നൽകാൻ തയ്യാറായിട്ടില്ല. അത് തന്നെ പ്രകടമായിട്ടുള്ളൊരു വിവേചനമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കോടതിയിൽ പോയാൽ കക്ഷി ചേരാൻ തയ്യാറെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SIR നടപ്പാക്കാനുള്ള നീക്കം ജനാധിപത്യ വിരുദ്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIR നടപടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുതെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ. നിർദ്ദേശം ജില്ലാ കളക്ടറേറ്റിന്റെ യോഗത്തിൽ. ഹരിയാനയിലെ വോട്ടുകൊള്ള തെളിവുകൾ സഹിതം പുറത്തുവിട്ട് രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ്. 25 ലക്ഷം കള്ളവോട്ടിലൂടെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് പല പേരുകളിലായി വോട്ടുകൾ ഇടം പിടിച്ചു. Is she from Haryana? You sure? You absolutely sure she's not from Haryana? Okay, but she votes 22 times in Haryana and she votes in 10 different booths in Haryana and she's got multiple names. പുറത്തുനിന്ന് ആളുകളെ എത്തിച്ച് വോട്ട് ചെയ്യുമെന്ന B. ഗോപാലകൃഷ്ണന്റെ പരാമർശവും ആയുധമാക്കി രാഹുലിന്റെ വാർത്താ സമ്മേളനം. ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവി ഭയന്നുള്ള ആരോപണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. पराजित हो या जीत हो उसको स्वीकार करना पड़ेगा. വിശദമായ മറുപടി പിന്നീടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിനെ സംശയമുനയിൽ നിർത്തി ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി. 2025 സ്വർണ്ണപ്പാളി കൊടുത്തുവിടാനുള്ള തീരുമാനം രേഖപ്പെടുത്താതെ മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തി ബോർഡിനെതിരെ അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്നും കോടതിയുടെ ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിട്ടത് രാജ്യാന്തര വിഗ്രഹ കടത്തെന്ന സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. മിനിറ്റ്സിൽ പ്രശ്നങ്ങളില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ബഹുമാനപ്പെട്ട കോടതിയെ അത് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ബോർഡിന്റെ ഉത്തരവുകൾ ഇറക്കിയതിൽ ഒരു അവ്യക്തതയുമില്ല. അത് മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് ഒന്ന് പരിശോധിക്കാം. സർക്കാരിന് ഒന്നും ഒളിക്കാനിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം പൂർണ്ണതയിലെത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കോടതി പരിശോധിച്ചതിന് ശേഷം കോടതി പറയില്ല. അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറ്റി ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. N. വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസും BJPയും. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷൻ മേയർമാർ സ്ത്രീകളാകും. 3 കോർപ്പറേഷനുകളിലും മേയർ പദവി സ്ത്രീകൾക്ക് സംവരണം ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകൾ അധ്യക്ഷ സ്ഥാനവും സ്ത്രീകൾക്കായിരിക്കും. പൊടിപാറുന്ന പ്രചാരണത്തിനൊടുവിൽ ബീഹാറിൽ നാളെ പോളിംഗ്. ഒന്നാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ. ജനവിധി തേടുന്നവരിൽ തേജസ്വി യാദവും സാമ്രാട്ട് ചൗധരി ഉൾപ്പെടെ പ്രമുഖർ. വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര. Absolutely, the Mahagathbandhan will honor every word that we have uttered in this election. മഹാസഖ്യം നിലം പരിശാകുമെന്ന് BJP നേതാവ് രവി കിഷൻ. आ रहे हैं तो अब तो पूरा बिहारो देने तैयार हो जाएंगे. अब खेला हो गई लो, पहला चरण में सब हो गया है. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അടുത്ത ചൊവ്വാഴ്ച. ഇന്ത്യൻ വംശജൻ സൊഹറാൻ മംതാനി ന്യൂയോർക്ക് മേയർ. കടുത്ത ട്രംപ് വിമർശകനായ മംതാനി തോൽപ്പിച്ചത് മുൻ ഗവർണർ ആൻഡ്രൂ കൊമുവിനെ. ട്രംപ് ഇരുട്ടിലാക്കിയ നാടിന് ന്യൂയോർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമാകുമെന്ന് മംതാനി. So Donald Trump, since I know you're watching, I have 4 words for you. Turn the volume up. ന്യൂജേഴ്സിയിലും വെർജീനിയയിലും ട്രംപിന് തിരിച്ചടി. ഡെമോക്രാറ്റിക് വനിതകൾ ഗവർണർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബാലറ്റിൽ തന്റെ പേരില്ലാത്തതും അടച്ച വോട്ടിലും തിരിച്ചടിയായെന്ന ട്രംപ്.
സിനിമ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ റിയാസ് മിനിസ്റ്ററെ 5ാമത് അവാർഡ് എന്ന് ഞാൻ പ്രഖ്യാപിച്ച ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഈ ഗവൺമെന്റ് കാലത്ത് 5 അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. കയ്യടി മാത്രമേ ഉള്ളൂ. മമ്മൂക്കായി കൊടുത്തപ്പോൾ അതിനൊക്കെ കയ്യടി. ലോകം കണ്ട ഇതിഹാസ നായകനാണ് മോഹൻലാൽ, ഞങ്ങൾ കൊണ്ട് സ്വീകരിച്ചു, അതിനൊക്കെ കയ്യടി. വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു ഇപ്രാവശ്യം. ചലച്ചിത്ര പുരസ്കാരത്തിന് പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിനെതിരെ റാപ്പർ വേടൻ രംഗത്ത് വന്നു. വേടന് പോലും അവാർഡ് നൽകിയെന്ന പരാമർശം അപമാനിക്കുന്നതെന്ന് വേടൻ പറയുന്നു. മറുപടി പാട്ടിലൂടെയെന്ന് വേടന്റെ മറുപടി. പ്രതികരിക്കുമല്ലോ, പാട്ടാണല്ലോ എന്റെ മാധ്യമം, പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും. പ്രതികരണം ചർച്ചയായതിനു പിന്നാലെ മന്ത്രി വിമർശിച്ചല്ല പ്രതികരണമെന്ന വേടന്റെ വിശദീകരണം. വേടന് പുരസ്കാരം നൽകിയതിൽ വിമർശനവുമായി ദീദി ദാമോദരൻ. പെൺകേരളത്തോട് ജൂറി മാപ്പ് പറയണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് ആദ്യമായി TVK വേദിയിൽ. ദുരന്തത്തിന് കാരണം സ്റ്റാലിനും DMKയും എന്ന വിമർശനം. 2026 2 பேருக்கு நடுவுலதான் போட்டியே. ஒன்று இன்னொன்று, இந்த போட்டி இன்னும் ஸ்ட்ராங்கா மாறப்போகுது. 100% வெற்றி நமக்கு. പ്രതിസന്ധികൾ മറികടക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ പോരാട്ടം TVKയും DMKയും തമ്മിലെന്നും വിജയ്. തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ സംസ്ഥാനം വിട്ടെന്ന് സൂചന. തെങ്കാശിയും പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ച് തെരച്ചിൽ. കേരള പോലീസ് സംഘം തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട 24. വിയൂരിൽ നിന്ന് സ്കൂട്ടർ മോഷണം പോയതിൽ ബാലമുരുകന് പങ്കെന്ന് സംശയം. എറണാകുളം കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത. മാതാപിതാക്കൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് കഴുത്തിന് മുറിവേറ്റ നിലയിൽ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. കണ്ണൂർ കുറുമാത്തൂരിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ മാതാവ് മുബീഷിർ അറസ്റ്റിലായി. പാലക്കാട്ടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പന വ്യാപകമെന്ന് ലഹരിയിൽ നിന്ന് മുക്തനായ യുവാവിന്റെ തുറന്നുപറച്ചിൽ. ലഹരി ആദ്യം സൗജന്യമായി നൽകും. ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുമ്പോൾ ഭീഷണി നേരിടേണ്ടി വരുമെന്നും വെളിപ്പെടുത്തൽ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഡ്രഗ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയ കുട്ടികളിലേക്ക് ചെറിയ രൂപത്തിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ അടുത്തേക്ക് തേടി പോകും. അതിന് ചിലപ്പോൾ ഈ പറയുന്ന 300 രൂപയുടെ പാക്കറ്റിൽ രൂപത്തിലാവും, അതല്ലെങ്കിൽ മിഠായി രൂപത്തിലാവും. ലഹരി വലയിൽപ്പെട്ട കുട്ടികൾക്കായി സഹായം തേടി രക്ഷിതാക്കൾ നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നു. 24 ബ്രേക്കിംഗ് ന്യൂസ്. ആരോഗ്യവകുപ്പും സർക്കാരും തന്നെ കൈവിട്ടെന്ന് കൊഴുപ്പുമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന നീതു. കൈകാലുകളിലെ 11 വിരലുകൾ മുറിച്ചു മാറ്റിയതോടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ഞാനത് 2 മിനിറ്റ് മുന്നേ വെച്ചാണ് എനിക്കത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാറിൽ വെച്ച് മരിച്ചു പോകുമായിരുന്നു. ആ തെറ്റെവിടെയും ചൂണ്ടിക്കാണിക്കുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കണം. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ സർക്കാർ അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടെന്ന നീതു 24നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ കർഷകരോഷം ഉയരുന്നതിനിടെ ശനിയാഴ്ച മന്ത്രിതല യോഗം ചേരും. യോഗത്തിനു ശേഷം സംസ്ഥാന വ്യാപകമായി നെല്ല് സംഭരണത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ലെടുക്കാൻ ആലോചന. നെല്ല് സംഭരണം വൈകിപ്പിച്ച് സർക്കാർ വഞ്ചിക്കുന്നുവെന്ന് നെല്ല് കർഷകർ. തടഞ്ഞുവെച്ച SSK ഫണ്ട് കേന്ദ്രത്തിന് ലഭിച്ചു തുടങ്ങിയതോടെ പ്രതീക്ഷയിൽ വിദ്യാഭ്യാസ വകുപ്പ്. 1158 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നും ഇത് നേടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. 2 വർഷത്തിന് ശേഷം സമഗ്ര ശിക്ഷ കേരളത്തിലും സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അർഹമായ വിഹിതമായ ആദ്യ ഗഡു കേന്ദ്ര ഫണ്ട് ലഭിച്ചിരിക്കുകയാണ്. അനുമതി നൽകിയ 109 കോടിയിൽ 92.41 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട റിക്കറിംഗ് ഫണ്ടാണ്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്ന കത്ത് AGയുടെ നിയമോപദേശത്തിന് ശേഷം കേന്ദ്രത്തിന് കൈമാറുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് 1000 സീറ്റുകളെങ്കിലും വേണമെന്ന് സ്റ്റീഫൻ ജോർജ്. കേരളത്തിലെല്ലാം കൂടെ വരുമ്പോൾ 1000-ഓളം സീറ്റ് മത്സരിക്കണം എന്ന് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ജോസ് കെ മാണി പറയുകയും ചെയ്തല്ലോ. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോഴിക്കോട്ടെ പൊതുസമ്മതരെ കളത്തിലിറക്കുമെന്ന DCC പ്രസിഡന്റ് 24-നോട് കോഴിക്കോട് കോർപ്പറേഷൻ യോഗത്തിന്റെ ബഹളം. കൊല്ലം കുണ്ടറയിൽ CPI വിട്ട 300ഓളം പേർ CPIM-ൽ ചേർന്നു. ജമ്മു കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കിഷ്ത്വാറിൽ ഭീകരരുമായി ഏറ്റുമുട്ടി സുരക്ഷാ സേന. 3 ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. തൃശൂരിന് പിന്നാലെ ചൈനീസ് അതിർത്തിയിൽ സൈനികാഭ്യാസത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. പൂർവി പ്രജൻ പ്രകാർ എന്ന പേരിൽ ഈ മാസം 11-ാം തീയതി മുതൽ അരുണാചൽ പ്രദേശിൽ സൈനികാഭ്യാസം. കാസർഗോഡെത്തിയ മംഗളൂരു സ്വദേശി നൌഫലിന്റെ മരണത്തിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച് അന്വേഷണ സംഘം. നൌഫലിന്റെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയും മൊഴിയെടുത്തു. ട്രെയിൻ തട്ടിയുള്ള മരണമെന്ന ഫോറൻസിക് സർജന്റെ പ്രാഥമിക റിപ്പോർട്ട് പരിഗണിക്കാതെ കർണാടക പോലീസ്. ആസൂത്രിത കൊലപാതകമെന്ന സംശയം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ എതിർപ്പ് അവഗണിച്ച് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി രാജ്ഭവൻ മുന്നോട്ട്. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട സർവകലാശാല പ്രതിനിധി ഡോക്ടർ സാബുവിന്റെ ആവശ്യം രാജ്ഭവൻ തള്ളിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നത് കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അമിതാധികാര പ്രയോഗം നടത്തുന്നത് വളരെയധികം അപലപനീയമായ കാര്യമാണ്. നിയമപരമായ ഉപദേശം എടുത്തിട്ടുണ്ട്, കോടതിയെ സമീപിക്കും. ഗവർണറുടേത് സർക്കാരിന്റെ അധികാരത്തിനുമുള്ള കടന്നുകയറ്റമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഈ വർഷവും കയർ ദിനം ആഘോഷിക്കാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കയർ മേഖലയിൽ പ്രതിഷേധം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇന്നേ വരെ കയർ ദിനമായ നവംബർ 5-ന് യാതൊരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ലെന്ന് പരാതി. കേരളത്തിൻ്റെ തന്നെ ഒരു പ്രതാപമെന്ന് പറയുന്നത് കയറിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. പക്ഷേ ആ ചരിത്രത്തെ മറികടന്നുകൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെയും ആ മേഖലയിൽ തൊഴിലെടുപ്പിക്കുന്ന ചെറുകിടക്കാരെയും ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയർ മേഖലയോടുള്ള നിരന്തര അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ. എറണാകുളം പെരുമ്പാവൂരിലെ ആളൊഴിഞ്ഞ മേഖലകൾ ലഹരിത്താവളങ്ങളാകുന്നു. കുപ്പികളും സിറിഞ്ചുകളും പറമ്പുകളിൽ ഉപേക്ഷിച്ച നിലയിൽ. മലപ്പുറത്ത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 280 ഗ്രാം കഞ്ചാവുമായി ഒരു യുവാവ് പിടിയിലായി. പിടിയിലായത് കാളികാവ് സ്വദേശി സവ്വാൻ. പോലീസ് മെഡലിലെ പിശകുകളിൽ നടപടി. ഭഗവതി ഇൻഡസ്ട്രീസിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി സർക്കാർ. പിശക് സംഭവിച്ചത് കഴിഞ്ഞ കൊല്ലം കേരളപ്പിറവി ദിനത്തിൽ വിതരണം ചെയ്ത മെഡലുകളിൽ. നടപടി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കൊല്ലത്തെ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്ത് ജീപ്പ് പിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പടപ്പനാൽ കല്ലുംപുറത്ത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ്സിടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരനും മരിച്ചു. കൊല്ലം കടക്കലിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറായ അസീം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് 3 പേർ പോലീസ് കസ്റ്റഡിയിലായി. ആരോഗ്യവകുപ്പിലെ വിവിധ ആശുപത്രികളിൽ 202 ഡോക്ടേഴ്സിന്റെ തസ്തികകൾ ഉണ്ടാക്കും. തീരുമാനം സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ. കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിലും പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനമായി. മുന്നോക്ക സമുദായ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കും. ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷനായിരിക്കും പുതിയ അധ്യക്ഷൻ. പത്തനംതിട്ടയിലെ കോന്നിക്ക് സമീപം പട്ടാപ്പകൽ പുലിയെത്തിയെന്ന് സംശയം. ആവോലിക്കക്കുഴി സ്വദേശി സന്തോഷിന്റെ വീടിന് സമീപം എത്തിയത് പുലിയെന്ന് നാട്ടുകാർ. സ്ഥലത്ത് പരിശോധന നടത്തി നാട്ടുകാർ. സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി അഭ്യാസ പ്രകടനം. സംഭവം കോഴിക്കോട് കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. പലവട്ടം കുട്ടികൾക്ക് നേരെ കാർ പാഞ്ഞെടുത്തു. CCTV ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വിശദമായി. ആരോഗ്യവകുപ്പും സർക്കാരും കൈവിട്ടതോടെ
ജീവിതം വഴിമുട്ടിയെന്ന് കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന നീതു 24-നോട് പറഞ്ഞു. കൈകാലുകളിലെ 11 വിരലുകൾ മുറിച്ചു മാറ്റി. ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ സർക്കാർ അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടെന്ന് നീതു 24-നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഗതികേടിന്റെ പെരുവഴിയിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിനിയായ ഈ 31-കാരി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയാണ്. ഏതു നിമിഷവും ജീവൻ പോലും നഷ്ടമായേക്കും. ഒരു വീട് വെക്കാൻ കരുതി വെച്ച മുഴുവൻ സമ്പാദ്യവും ചെലവാക്കി. ഇനിയും ലക്ഷങ്ങൾ ചെലവാക്കണം. ചെന്ന് കയറുന്നതും കാർഡിയാക് അറസ്റ്റിലോട്ടാണ് പോകുന്നത്. അതായത് ഡെത്താണ്. ഞാനത് 2 മിനിറ്റ് മുന്നേ വെച്ചാണ് എനിക്കത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാറിൽ വെച്ച് മരിച്ചു പോകുമായിരുന്നു. നീതുവിന്റെ നിസ്സഹായതയിൽ സർക്കാർ പൂർണ്ണമായും മുഖം തിരിച്ചു. ശസ്ത്രക്രിയ നടത്തിയ കോസ്മെറ്റിക് ക്ലിനിക്കിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന് പിന്നിൽ ഗൂഢാലോചനയെന്നും യുവതി. ഈ റിപ്പോർട്ട് കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഡോക്ടറിനെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇതിലൊരു തെറ്റുണ്ട്, പക്ഷെ ആ തെറ്റ് എവിടെയും ചൂണ്ടിക്കാണിക്കുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കണം. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിൽ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. ക്ലിനിക്കിന് ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞ ഡോക്ടറല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നും നീതു പിന്നീടാണ് അറിയുന്നത്. എനിക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാതെ വെറുതെ ഒരു 24 മണിക്കൂറോളം കൂടുതൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് തരാതെ ഞാൻ അവിടെ തന്നെ കിടന്നു, ആശുപത്രിയിൽ തന്നെ കിടന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പെട്ടെന്ന് അവരെന്നെ അനന്തപുരിയിലോട്ട് ചെല്ലുന്നതും കാർഡിയാക് അറസ്റ്റാണ്. നീതുവിന് ഹെർണിയ ശസ്ത്രക്രിയ ഉടൻ നടത്തണം. എന്നാൽ നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ അതിന് കഴിയില്ല. നോർമൽ ഒരു പേഷ്യൻറ്റിന് ഹെർണിയ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഈ സർജറി കാരണം അവിടുത്തെ അബ്ഡോമിനൽ വോള് മൊത്തവും ഡിസ്ട്രക്റ്റായി എന്നാണ് പറയുന്നത്. അവിടെ മസിൽസ് ഒന്നുമില്ല. അപ്പോൾ നോർമൽ ചെയ്യുന്ന ഹെർണിയ പ്രൊസീജിയർ എനിക്ക് പറ്റത്തില്ല. അത് ആ ഒരു അതൊരു റിസ്ക് ഫാക്ടർ പോലെയാണ്. അത് ഹെർണിയ എങ്ങനെ ഹെർണിയ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുമോ? സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്നത് നല്ലൊരു ജോലിയായിരുന്നു. അതിനും പോകാൻ കഴിയാത്ത സ്ഥിതി. മാസങ്ങൾ കഴിഞ്ഞും സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാതായതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നീതു. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് നീതുവിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. 24 തിരുവനന്തപുരം. എറണാകുളം എടത്തല കുഴിക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറ് കത്തിനശിച്ചു. ഭാഗ്യം ആളപായമില്ല. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ആൻമരിയ. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 7 മണിയോട് കൂടിയാണ് കാറിന് തീ പിടിക്കുന്നത്. ഈ കളമശ്ശേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറിന്റെ പിന്നിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടുകൊണ്ട് ഇതിന് പിന്നിൽ കൂടി വന്നിരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ ഈ കാറിൽ ഉണ്ടായിരുന്നവരോട് പറയുകയായിരുന്നു. തുടർന്ന് ഇവർ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് പിന്നാലെ കാറിന് പൂർണ്ണമായിട്ടും തീ പിടിക്കുകയായിരുന്നു. തുടർന്ന് എല്ലൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. പക്ഷേ കാർ പൂർണ്ണമായിട്ടും കത്തിയ നിലയിലാണ്. 4 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഇരുചക്ര വാഹന യാത്രക്കാർ പുക ഉയരുന്നത് കണ്ടതോടുകൂടി തന്നെ അവർ സംഭവം കാറിൽ ഉണ്ടായിരുന്നവരെ അറിയിക്കുകയും തുടർന്ന് ഇവർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ടുമാണ് വലിയൊരു അപകടം ഒഴിവായത്. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയും മാഞ്ചസ്റ്റർ സിറ്റിയും ഇന്ന് കളത്തിലിറങ്ങും. ചെൽസി, ഇന്റർ മിലാൻ ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. പരിക്കിനാൽ വലയുകയാണ് FC ബാഴ്സലോണ. ഫുൾ സ്ക്വാഡുമായി കളിച്ച കാലം മറന്നു. റാഫീഞ്ഞ, ഗാവി, ഗാർസിയ തുടങ്ങിയവരെല്ലാം പുറത്താണ്. മധ്യനിരയുടെ എഞ്ചിൻ പെഡ്രിക്ക് കൂടി പരിക്കേറ്റതോടെ ഹാൻസി ഫ്ലിക്കിന്റെ തലവേദന കൂടി. ചാമ്പ്യൻസ് ലീഗിലെ 4ാം റൗണ്ട് പോരിൽ ക്ലബ് ബ്രൂഗിനെതിരെ ഇറങ്ങുമ്പോൾ സൂപ്പർ താരം ലെമീൻ യമാലും പൂർണ്ണ സജ്ജനല്ലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ റോബർട്ട് ലെവൻഡോസ്കിയും ഡാനി ഓൾമോയും തിരിച്ചെത്തുന്നത് കറ്റാലൻസിന് കരുത്താകും. 3 മത്സരങ്ങളിൽ 6 പോയിന്റുള്ള ബാഴ്സയ്ക്ക് ഇന്ന് ജയിച്ചാൽ ടോപ്പ് 8-ൽ തിരിച്ചെത്താം. അപരാജിത കുതിപ്പ് തുടരാനിറങ്ങുകയാണ് പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ അവരുടെ മുൻ താരം എർലിംഗ് ഹാലൻഡാണ് സിറ്റിയുടെ വജ്രായുധം. 3 കളിയിൽ 4 ഗോളുമായി സീസണിൽ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട് ഹാലൻഡ്. ഇന്റർ മിലാൻ, ന്യൂകാസിൽ യുണൈറ്റഡ് ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. രാത്രി 1:30-ക്കാണ് എല്ലാ കളികളും. സ്പോർട്സ് ഡെസ്ക് 24. വനിതാ ലോകകപ്പ് കിരീടം നേടി ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. നായിക ഹർമൻ പ്രീതിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തി ലോകകപ്പ് പ്രധാനമന്ത്രി കൈമാറി. ടീമിലെ മുഴുവൻ താരങ്ങളും ഒപ്പിട്ട ജേഴ്സിയും പ്രധാനമന്ത്രിക്ക് കൊടുത്തു. ടൂർണമെന്റിൽ 3 തോൽവികൾക്ക് ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ തിരിച്ചുവരവ് അതിഗംഭീരമെന്ന് നരേന്ദ്രമോദി താരങ്ങളോട് പറഞ്ഞു.
ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ എതിർപ്പ് അവഗണിച്ച് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി രാജ്ഭവൻ മുന്നോട്ട് പോവുകയാണ്. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട സർവകലാശാല പ്രതിനിധി ഡോക്ടർ എ സാബുവിൻ്റെ ആവശ്യം രാജ്ഭവൻ തള്ളിക്കളഞ്ഞു. രാജ്ഭവൻ്റേത് സർക്കാരിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും സെർച്ച് കമ്മിറ്റിയിലെ അപാകതയിൽ കോടതിയെ സമീപിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് പ്രതികരിച്ചു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എ സാബുവാണ് പിന്മാറുന്നതായി രാജ്ഭവനെ അറിയിച്ചത്. എന്നാൽ സാബുവിന്റെ ആവശ്യം രാജ്ഭവൻ തള്ളി. സർവകലാശാലയാണ് പ്രതിനിധിയായി സാബുവിനെ നൽകിയത്. പിന്മാറുകയാണെങ്കിൽ സർവകലാശാലയെ അറിയിക്കാനാണ് രാജ്ഭവൻ സാബുവിന് നൽകിയ മറുപടി. സാബുവിനെയും കൂടി ഉൾപ്പെടുത്തി VC നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ രാജ്ഭവൻ മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിറക്കിയ നോട്ടിഫിക്കേഷന് പിന്നാലെ പത്രങ്ങളിൽ പരസ്യവും നൽകി. അതേസമയം രാജ്ഭവന്റെ നിലപാടിനെതിരെ കടുത്ത എതിർപ്പിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നത് കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അമിതാധികാര പ്രയോഗം നടത്തുന്നത് വളരെയധികം അപലപനീയമായ കാര്യമാണ്. നിയമപരമായ ഉപദേശം എടുത്തിട്ടുണ്ട്, കോടതിയെ സമീപിക്കും. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ആലോചന. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പ്രമേഹ ചികിത്സാ രംഗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്മേളനങ്ങളിൽ ഒന്നായ റിസർച്ച് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റീസ് ഇൻ ഇന്ത്യയുടെ 53ാമത് ദേശീയ സമ്മേളനം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. നവംബർ 9 തീയതി വരെ കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ദേശീയ ശാസ്ത്ര കോൺക്ലേവിൽ 7000-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. പ്രമേഹ പ്രതിരോധം, ചികിത്സ, സാങ്കേതിക വിദ്യ എന്നിവയിലെ ഏറ്റവും പുതിയ പുരോഗതികൾ പങ്കുവെക്കുന്നതിനായി പ്രമേഹ രോഗ വിദഗ്ധർ, ഡോക്ടർമാർ, ഗവേഷകർ തുടങ്ങിയവരാണ് 4 ദിവസമായി നടക്കുന്ന ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുക. 14 വർഷത്തിന് ശേഷം കേരളത്തിലെത്തുന്ന സമ്മേളനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് പറഞ്ഞു. നമുക്കറിയാം, 2 രോഗങ്ങളാണ് ഇപ്പോൾ ചികിത്സിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നത്. ചികിത്സ ഉണ്ടെങ്കിൽ പോലും, ഒന്ന് പ്രമേഹം, മറ്റൊന്ന് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നതും ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണങ്ങളും ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നത് ഈ മേഖലയിലാണ്. ഇതിൻ്റെ പ്രസക്തി ഇതിൽ പങ്കെടുക്കുന്ന ചികിത്സകർക്ക്, പ്രമേഹ രോഗം ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ഒരു 50% അവരുടെ ചികിത്സ മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കായിരിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായും ഡോക്ടർ ശശാങ്ക് ജോഷി വിശിഷ്ടാതിഥിയുമായിരിക്കും. കഴിഞ്ഞ 1 വർഷക്കാലം പ്രമേഹ ചികിത്സാ രംഗത്തുണ്ടായ പുരോഗതിയും പുതിയ ചികിത്സാ രീതികളും ഉൾപ്പെടെ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തും. ഇന്ത്യയിൽ പ്രമേഹ ബാധിതരായ 50% ആളുകളും തങ്ങൾ പ്രമേഹ ബാധിതരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തുടക്കത്തിൽ തന്നെ ചികിത്സ ആരംഭിച്ചാൽ പ്രമേഹത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 4 ദിവസമായി നടക്കുന്ന ദേശീയ സമ്മേളനത്തിന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആശംസകൾ നേർന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.